കാലമെത്താതെ കൊഴിഞ്ഞു വീണ 3 പെൺപൂക്കളിൽ അവസാനത്തെ ആളുടെ മൃതദേഹം ഇന്ന് 12:00 വീട്ടിലെത്തിച്ചു. എറിനാണ് മരിച്ചത്. എറിൻ്റെ വീട്ടിൽ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് മൃതദേഹം കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി ഇതിലൂടെ കടന്നു വരുന്നത്. 3 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേരടങ്ങുന്നവരാണ് പേച്ചി ഡാമിൻ്റെ റിസർവെയറിലേക്ക് പോവുകയും അവിടെ വെച്ച് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. 4 പേർ അപകടത്തിൽപ്പെട്ടതിൽ 3 പേർ അവരുടെ ജീവൻ നഷ്ടമായി. അലീനയുടെയും എമൽ ഗ്രേസിൻ്റെയും അതുപോലെ എറിൻ്റെയും ജീവിതമാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി മൃതശരീരം സംസ്കരിക്കും. പട്ടിക്കാട് ഫൊറോന ദേവാലയത്തിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ പള്ളിയിലും സ്കൂളുകളിലും ഒന്നിച്ച് കളിച്ച് വളർന്ന 3 പേരുടെയും മൃതദേഹം അടുത്തടുത്താണ് സംസ്കരിക്കുന്നത്. അവർ മരണത്തിലും ഒന്നിക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം കണ്ണീർ അണിഞ്ഞാണ് നിൽക്കുന്നത്. ഇതിലൂടെ പാറിപ്പറന്ന് നടന്ന പൂമ്പാറ്റകളെ പോലെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത ഈ കുട്ടികളുടെ മരണം നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇതേപോലെ ഒരു അപകടം ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇവർ ഈ നാടിനും ഈ നാട്ടുകാർക്കും പള്ളി അങ്കണത്തിലും എല്ലാ കാര്യങ്ങളിലും സജീവമായി നിന്നിരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഈർന്നണിയിച്ചിരിക്കുകയാണ്. പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. തൃശ്ശൂർ പേച്ചി ഡാമിൻ്റെ സംഭരണിയിൽ വീണ് 4 വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മരണം ഇതോടെ 3 ആവുകയാണ്. ചികിത്സയിലായിരുന്ന പട്ടിക്കാട് ചാണോത്ത് മുരിങ്ങത്തുപറമ്പിൽ ബിനോജ് ജൂലി ദമ്പതികളുടെ മകൾ എറിനാണ് ഇന്നലെ വൈകിട്ടോടെ മരിച്ചത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എറിൻ. പട്ടിക്കാട് ചോണത്ത് പാറശ്ശേരി സജി സെറീന ദമ്പതികളുടെ മകൾ ആൻ ഗ്രേസ്, തൃശ്ശൂർ കോർപ്പറേഷനിലെ ക്ലർക്ക് പട്ടിക്കാട് ചുങ്കത്ത് ഷാജൻ സജി ദമ്പതികളുടെ മകൾ അലീന എന്നിവർ നേരത്തെ മരണമടഞ്ഞിരുന്നു. ശനിയാഴ്ച പള്ളിത്തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനായി പേച്ചിയിൽ തെക്കേക്കുളം പുളിയന്മാക്കൽ ജോണി സാലി ദമ്പതികളുടെ മകളും ഇവരുടെ സഹപാഠിയുമായ ഹിമയുടെ വീട്ടിൽ എത്തിയതായിരുന്നു ആൻ ഗ്രേസും അലീനയും എറിനും. ഉച്ചയ്ക്ക് ശേഷം ജലസംഭരണി കാണാൻ പോയ ഇവർ പാറയിൽ നിന്ന് കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഹിമയുടെ സഹോദരി നിമയും അപകടത്തിൽപ്പെട്ടു. നിമയുടെ ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ എല്ലാം കണ്ണീർ അണിഞ്ഞു നിൽക്കുകയാണ്. പാറിപ്പറന്ന് നടന്നിരുന്ന 3 കുട്ടികൾ യാത്രയായത് ഇവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ചെയ്യേണ്ടെന്നറിയാതെ പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെയാണ് നാട്ടുകാരുള്ളത്. ഇവരുടെ എല്ലാവരുടെയും അടുക്കളുടെ ഓടി നടന്നിരുന്ന ഈ കുട്ടികൾ ജീവനില്ലാതെ കിടക്കുന്നത് കാണാൻ കഴിയാത്ത വിധമ്പലാണ് നാട്ടുകാരും ബന്ധുജനങ്ങളും എല്ലാം. സഹപാഠികൾ എല്ലാവരും തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്ക് എന്ത് പറയണം എന്ന് അറിയില്ല. സെൻറ്റ് ക്ലാരസ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനികളായിരുന്നു ഇവർ. സഹപാഠികൾക്ക് ഒരിക്കൽ പോലും ഇവരുടെ വിയോഗം വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പള്ളിയിൽ വരാനിരിക്കുന്ന യൂത്തിൻ്റെ പ്രോഗ്രാമിൽ മുൻനിരയിൽ നിൽക്കേണ്ട കുട്ടികളായിരുന്നു ഇവർ 3 പേരും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവരുടെ വിയോഗ വാർത്ത ഈ നാടിനെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ 3 പെൺപൂക്കളുടെ മരണം ഇവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് തടിച്ചുകൂടുന്നത്. കണ്ണീരണിഞ്ഞ് പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെയാണ് ഇവിടെ ഇവർ എല്ലാവരും ഉള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതും അടുത്തടുത്ത് തന്നെയായിരിക്കും. ചെറുപ്പകാലം മുതൽ തന്നെ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന ഇവർ മരണത്തിലും ഒന്നിക്കുകയാണ്. അവരുടെ മൃതദേഹങ്ങളും അടുത്തടുത്ത സ്ഥലങ്ങളിലായിട്ടാണ് അടക്കം ചെയ്യുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ആർക്കും തന്നെ നാട്ടുകാർക്ക് ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഈ മരണം. ഈ കുട്ടികളുടെ മരണം തീർത്താൽ തീരാത്ത സങ്കട കണ്ണീരാണ് ഈ നാടിന് ഉണ്ടാക്കുന്നത്. ക്യാമറാമാൻ അലനൊപ്പം റുജി ഇലവനാങ്കുഴി, ഷെക്കൈന ന്യൂസ്, തൃശ്ശൂർ.